ഞാൻ ബൈജു ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇതിൻ്റെ മലയാള പരിഭാഷയും അവൈലബിൾ ആണ്. ഡേവിഡ് ജി ഷൂട്ട്സ് എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകം എന്ന് പറയാം. ഈ ഒരു പുസ്തകം ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ ഒരു 20-22 വയസ്സിലൊക്കെ ഈ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം മാറിയേനെ. കാരണം ഒരു ജോലിക്ക് പോകാൻ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ അല്ലെങ്കിൽ ജീവിതം തുടങ്ങുന്നവർ ഒരു 20-22 വയസ്സ്, അവരൊക്കെ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. നമ്മളിതൊരു സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഏതാനും ഭാഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ പറയുന്നത് വലുതായി ചിന്തിക്കുന്നതിൻ്റെ മാന്ത്രികത എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം, ഈ പുസ്തകം ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ, എന്തെങ്കിലും നല്ല വിധത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് വിശ്വാസമാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പലപ്പോഴും നമുക്ക് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം വിശ്വാസം, നമുക്ക് നമ്മളോട് തന്നെ അത്രക്കൊരു വിശ്വാസമില്ല. നമുക്കത് കഴിയുമോ, അത് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പം അത് ഞാൻ പരാജയപ്പെടുമോ. അപ്പം എനിക്ക് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെയാണ്. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അയാളുടെ മകനും കൂടി പറഞ്ഞതുകൊണ്ട് അയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കൊച്ചിയിലെ ലുലു മാളിന്നായിരുന്നു മീറ്റിംഗ്. അപ്പോൾ ആദ്യം എന്നോട് അയാൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം 1.5-2 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന അയാൾക്ക് 2 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. ഇനി എനിക്കത് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു 2 lakhs ഒക്കെ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ ഇറങ്ങി പുറപ്പെടണമോ, അങ്ങനെയുള്ള പല ചിന്തകളുമായിട്ടാണ് അയാൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയത്. തീർച്ചയായും അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ബിസിനസ് നല്ലൊരു വൻ പരാജയമായിരുന്നു. കാരണം തുടങ്ങുമ്പം തന്നെ അയാൾ ചിന്തിക്കുന്നത് ഈ പരാജയത്തെ പറ്റിയാണ്. നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസമില്ലായ്മ, അത് നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് എന്തുണ്ടാകണം, ആദ്യം വിശ്വാസം വേണ്ടത് നമുക്ക് നമ്മളോടാണ്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം അലാറം ഹൈ ലെവലിൽ നമ്മൾ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി നാളെ 4 മണിക്ക് എണീക്കണം. പിന്നെ അല്ലേ, നമ്മൾ ബില്യനർ മൈൻഡ് സെറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 മണിക്ക് എണീച്ച് ഐസ് വാട്ടറിൽ ബാത്ത് ചെയ്യുന്നവരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ അനുകരിക്കാനോ അല്ലെങ്കിൽ നമുക്കും ബില്യനർ ആകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടൊക്കെ നമ്മൾ 4 മണിക്കൊക്കെ അലാറം സെറ്റ് ചെയ്യും. 4 മണിക്ക് അലാറം സെറ്റ് ചെയ്യുമ്പോൾ അലാറം അടിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യും ഒരു 5 മിനിറ്റും കൂടി എന്ന് പറഞ്ഞിട്ട് സ്നൂസ് ചെയ്ത് മാറ്റും. 5 മിനിറ്റ്. പിന്നെ പലപ്പോഴും നമ്മൾ എണീക്കുന്നത് 7 മണിക്കോ 7:30-ക്കൊക്കെയാണ്. അപ്പോൾ ആദ്യം ആ 4 മണിക്ക് നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞ അതേ മനസ്സ് നമ്മളെ ബ്ലെയിം ചെയ്യാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. നീയൊക്കെ ഇവിടെ രക്ഷപ്പെടാനാണ്, നീ 4 മണിക്ക് എണീക്കാം എന്ന് പറഞ്ഞു. നോക്കും, മില്യണർ മൈൻഡ് സെറ്റിലൊക്കെ പറയുന്നത് 4 മണിക്ക് എണീക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, വായിക്കണം, എക്സസൈസ് ചെയ്യണം. നീ എണീക്കുന്നത് 7 മണിക്കാണ്, നീയൊന്നും എന്താവില്ല, ഒരു മില്യണർ ആവില്ല, നിൻ്റെ എല്ലാം ജീവിതം ഇങ്ങനെ തന്നെ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അതോടെ നമ്മൾ എന്താകും, നമ്മൾ നമ്മളെ വിശ്വാസം നമ്മൾ തന്നെ നമ്മളോട് പറയും, എനിക്കതൊന്നും ആവത്തില്ല, നീ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസം ഉണ്ടാകണം. നമുക്ക് നമ്മളോട് തന്നെ എങ്ങനെ വിശ്വാസം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമുക്ക് നമ്മളോട് തന്നെ, ഇപ്പോൾ 4 മണിക്ക് എണീക്കില്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് 6 മണിക്ക് എണീക്കുന്ന ആൾ പെട്ടെന്ന് 4 മണിക്ക് എണീക്കുമെന്നുള്ള നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ 6 മണിക്ക് എണീക്കുന്നവരും 5:30 അല്ല 5:45 എണീക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചെറിയ വിശ്വാസങ്ങൾ നമ്മളിൽ തന്നെ വളർത്തുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വലുതായി സ്വപ്നം കാണാൻ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ പറയുന്നത് പോലെ, ജെയിംസ് ക്ലിയർ ഒക്കെ പറയുന്നത്, ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളോട് തന്നെ വിശ്വാസം വളർത്തണം എന്നാണ്. ഈ പുസ്തകത്തിൽ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഇൻ്റർവ്യൂക്ക് പോകുന്ന ആൾക്കാർക്ക് വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് പറയാൻ കാരണം, ഇതിൽ വളരെ മനോഹരമായിട്ട് ഡേവിഡ് ജി ഷൂട്ട്സിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു വ്യക്തി പറയുന്നുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അത്ര വലിയ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ജോലി മാറാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫും അത്രക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എൻ്റെ വിധി എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീയും അത് സഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു.
അപ്പോൾ ഈ വ്യക്തിക്ക് ജോലി കുറച്ചും കൂടി ശമ്പളം വാങ്ങണം എന്നുള്ള ആവശ്യം കൊണ്ട് ആ വ്യക്തി പുതിയൊരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മൺഡേ ആണ് ഇൻ്റർവ്യൂ. ഞായറാഴ്ച വൈകുന്നേരമേ നഗരത്തിലെത്തി ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയപ്പോൾ ഇദ്ദേഹത്തോട് തന്നെ ഒരു കുറ്റബോധം തോന്നി. ഞാൻ ഇത്രയും ടാലൻ്റ് ഉണ്ട്, ഇത്രയും നല്ല വ്യക്തിയാണ്, പക്ഷെ എനിക്ക് വേണ്ടത്ര വരുമാനവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള 5 ആൾക്കാരുടെ പേരെഴുതി. അപ്പോൾ ഇവരൊക്കെ നല്ല സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് കമ്പയർ ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞാനും അവരും തമ്മിൽ, അവർ ബുദ്ധിയുടെ കാര്യത്തിലും അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഇദ്ദേഹവുമായിട്ട്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർ പണക്കാരനാണ്, ഇയാൾ പണക്കാരനല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇതിൽ പറയുന്നത് ആ നെക്സ്റ്റ് ഡേ ഉള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തീരുമാനിച്ചത് $750 ഇന്ന് കിട്ടുന്ന ശമ്പളത്തിനേക്കാളും $750 കൂടുതൽ വാങ്ങണം എന്നേ അദ്ദേഹം കരുതുള്ളൂ. പക്ഷേ ഈ ചിന്തകളെ കൊണ്ട് അദ്ദേഹത്തോട് തന്നെ ഒരു വിശ്വാസമുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇന്നേ വരെ എന്നെ നന്നായി വിൽക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, ഞാൻ $3500 കൂടുതൽ ചോദിച്ചത്, ആ കമ്പനിയോട് കൂടുതൽ ചോദിച്ചത്. അദ്ദേഹത്തിന് ആ ജോലി കിട്ടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി. അപ്പോൾ നമുക്ക് നമ്മളെ ശരിക്കും വിൽക്കാൻ, അപ്പോൾ നമ്മളൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒക്കെ നമുക്കെന്ന് സംഭവിക്കുക, നമ്മൾ ശമ്പളം ചോദിക്കുമ്പോൾ നമ്മൾ 8000 ചോദിച്ചാൽ എൻ്റെ ജോലി കിട്ടാതിരിക്കുമോ? കാരണം നമുക്ക് നമ്മളെ തന്നെ അറിയില്ല, നമുക്ക് നമ്മളെ വിൽക്കാൻ കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യം നമ്മൾ പറയാറുണ്ട്, ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ തന്നെ എംപ്ലോയറെ മുമ്പിൽ വിൽക്കാൻ പഠിക്കണം. അതായത് ശമ്പളം കൂട്ടി ഒക്കെ നമുക്ക് ചോദിക്കാൻ പഠിക്കണം. നമുക്ക് എങ്ങനെ ശമ്പളം കൂട്ടി ചോദിക്കാൻ പറ്റും? നമ്മൾ ആ സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും, അതായത് അവർക്കും ആവശ്യമുണ്ട്, നമുക്കും ജോലി ആവശ്യം, രണ്ടാൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ പോയിട്ട് നമ്മളോട് ശമ്പളം എത്ര വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാർ എത്രയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ജോലി കിട്ടിയിട്ടില്ലെങ്കിലും എന്ന് വെച്ചാൽ, അപ്പോൾ അയാൾ പറയുന്നത് 10,000, സാറേ മതി, നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കും. ചിലപ്പോൾ 15,000 20,000 ഒക്കെ നമ്മൾക്ക് ആവശ്യമുണ്ടാകും. നമ്മളെന്ത് ചെയ്യും? ഈ 20,000 ചോദിച്ചാൽ ഈ ജോലി കിട്ടൂലേ എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും, എൻ്റെയൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പോൾ നമ്മൾക്ക് 20,000 ചോദിച്ചാൽ നമുക്ക് ഈ ജോലി കിട്ടൂലേ എന്ന് കരുതിയിട്ട് നമ്മൾ 10,000 ആണെങ്കിൽ സാറേ 10,000, 2 മാസം കഴിഞ്ഞ് നമ്മൾ വേറെ ജോലി നോക്കാൻ തുടങ്ങും അല്ലേ? കാരണം നമ്മളിതിൽ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് ഈ 10,000 കൊണ്ട് നമുക്കൊന്നും നടക്കൂല. നമുക്കൊരു 20,000 കിട്ടിയാൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ നമുക്ക് നമ്മളെ ശരിയായ വിധത്തിൽ വിൽക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പുസ്തകം നമ്മളോട് പറയുന്നു. അതിന് നമ്മൾ നല്ല സ്കില്ലുകൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കുക, നമ്മളോട് തന്നെ നല്ല വിശ്വാസം ഉണ്ടാക്കുക. ആ വിശ്വാസം ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ എംപ്ലോയർ എടുക്കുകയായാലും അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ എടുക്കുകയായാലും നമുക്ക് നന്നായിട്ട് നമ്മളെ വിൽക്കാൻ പറ്റും എന്ന് പറയുന്നു. അതാണ് ആദ്യത്തെ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിൻ്റെ ബുക്കിലും ഇംഗ്ലീഷും വളരെ ലളിതമായ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വായിക്കണം. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.